ഗുരുവായൂർ ക്ഷേത്രത്തിന് സമമായ പൂജാരീതികളാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. നിത്യേന 12 അടക്കം 5 പൂജകളുണ്ട്. എതിർത്തു പൂജ, ഉഷപൂജ, 12 പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയാണ് 5 പൂജകൾ. പൂജ കഴിഞ്ഞ് ബലി തൂകുന്നതിനു മുൻപ് ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടുന്ന പതിവ് മഹാക്ഷേത്രങ്ങളിലെ അനുഷ്ഠാനമാണ്. കാൽ കഴുകി ചൂട്ടൽ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനമണ്ണ ദേവസ്ഥാനം. പൂജാനന്തരമുള്ള ശീവേലിയിൽ ദേവന്റെ അകത്തും പുറത്തും പക്ഷങ്ങളിലുമായുള്ള കാവൽക്കാരായ ദ്വാസ്തന്മാർക്കും വാഹനത്തിനും ഗണപതി, ദക്ഷിണാമൂർത്തി എന്നിവർക്കും ബലി തൂകും. ഇതോടൊപ്പം കിഴക്ക് ഇന്ദ്രനും തെക്ക് കിഴക്ക് അഗ്നിയും തെക്ക് യമനും തെക്ക് പടിഞ്ഞാറ് നിര്യതിയും പടിഞ്ഞാറ് വരുണനും വടക്കു പടിഞ്ഞാറ് വായുവും വടക്ക് കുബേരനും വടക്ക് കിഴക്ക് ഈശാനനും അഷ്ടദിക്പാലകരായുള്ളതിനാൽ അവർക്കും ബലി തൂകുന്നു. ഇതിനുശേഷം മാതൃകൾക്ക് ബലി തൂകും. പരാശക്തിയുടെ ഭാവങ്ങളായ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്നിവരാണ് സപ്തമാതൃക്കൾ. കിഴക്കുള്ള ബലിപീഠം വീരഭദ്രനും അടുത്തത് ഗണപതിയുമാണ്. ശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യൻ, നിർമാല്യധാരി എന്നിവർക്ക് ഇതിനുശേഷം ബലി തൂകും. ദേവന്റെ ഏതൊരു നൈവേദ്യവും നിർമാല്യമായി കൊടുക്കുന്ന മൂർത്തിയാണ് ആ ദേവന്റെ നിർമാല്യധാരി. വൈഷ്ണവമായ പൂജാരീതികൾ അനുവർത്തിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളിൽ പിൻവിശേഷമായ അനന്തനും ബലി തൂകുന്ന രീതിയുണ്ട്. പുറത്തെ പ്രദക്ഷിണ വഴിയിലെ ശീവേലിക്ക് തുടക്കത്തിൽ പാണിവാദ്യമാണ് അകമ്പടിയാകുന്നത്. ഒറ്റച്ചെണ്ടയോട് കൂടിയ പ്രദക്ഷിണവും പതിവാണ്. വലിയമ്പലത്തിന് പുറത്ത് ധ്വജദേവതകൾക്ക് ബലിയർപ്പിക്കും. പ്രദക്ഷിണത്തിന്റെ ഒടുവിൽ വലിയ ബലിക്കല്ലിലും പൂജിച്ചെടുത്ത ഹവിസ് തൂകും. ചതുശത നൈവേദ്യമാണ് ദേവന് ഇഷ്ടപ്പെട്ട വഴിപാട്. 101 നാഴി ഉണക്കലരി, 101 കദളിപ്പഴം, 202 നാളികേരം, 6 പറ ശർക്കര, ഇടങ്ങഴി പശുവിൻ നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസമാണ് ചതുശതം. ഇഷ്ടകാര്യലബ്ധിയാണ് ഈ വഴിപാടിന്റെ ഫലം. പഞ്ചസാര പായസ വഴിപാട് വിഷ്ണുപ്രീതിക്കും സന്താനഭാഗ്യത്തിനും അതിവിശേഷമാണ്. 56 ഇല്ലങ്ങളുണ്ടായിരുന്ന തേവരുടെ തട്ടകത്തിൽ ഒട്ടുമിക്കതും നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു. കാവുംബ്രം, തളിയാർത്ത്, മൂത്തയിടത്ത്, കോഴിയമ്പാറ്റ എന്നീ ഇല്ലങ്ങളിലെ നമ്പൂതിരിമാരായിരുന്നു ആദ്യകാലത്ത് ക്ഷേത്രത്തിലെ ഊരാളന്മാർ. ഒടുവിൽ ഊരാളന്മാരായിരുന്ന കാവുംബ്രം ഇല്ലക്കാർ വൃദ്ധിക്ഷയത്തിൽ ക്ഷേത്രം സാമൂതിരി വംശത്തിന് വിട്ടുകൊടുത്തു. ഞാൻ കാവുംപുറത്ത് മനക്കൽ വാസുദേവൻ അടിയതിപ്പാട്. മുമ്പേ കാവുംപുറത്ത് മനക്കലെ ആയിരുന്നു ഈ ക്ഷേത്രം. ഊരാളന്മാർ ഞങ്ങളാണ്. ഇപ്പോൾ സാമൂതിരിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലത്തിന് സമീപമുള്ള പാനാവൂർ മനക്കാരാണ് ക്ഷേത്രത്തിന്റെ തന്ത്രിമാർ. കുംഭമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം ഒരു ഗ്രാമാഘോഷമായി ആചരിച്ച് 10 ദിവസത്തിനു ശേഷം രോഹിണി നാളിൽ കൊടിയിറങ്ങി അവസാനിക്കുന്നു. ഒരു കാലത്ത് സമ്പൽ സമൃദ്ധമായിരുന്ന ഈ പൗരാണിക ക്ഷേത്രം ആരാധ്യമായ നമ്മുടെ പൈതൃക സമ്പത്തായി ഇന്നും നിലനിൽക്കുന്നു.
കേരളീയ സംസ്കാരത്തിന്റെ അനുപമമായ ഇത്തരം ആരാധനാ കേന്ദ്രങ്ങൾ തനിമയോടെ പരിപാലിപ്പിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയായി നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നു. അന്യം നിന്നു പോകുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ ഈടുവയ്പ്പുകൾ സംരക്ഷിക്കപ്പെടുകയും സമുദ്ധരിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഭക്തജന ലോകത്തിന്റെ കടമയും കർത്തവ്യവുമായി തിരിച്ചറിയുക. ആദിപ്രപഞ്ച രചനയ്ക്കായി ഒന്നിച്ച ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഈ ക്ഷേത്രവിശ്വാസികളുടെയും സമുദ്ധാരകരുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.